അന്നും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. ആട് 1 ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നിട്ട് ആട് 2 എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമ്മളോട് മീഡിയ മാത്രമല്ല തിയേറ്ററുകാർ ചോദിച്ചു, ഇൻഡസ്ട്രി ചോദിച്ചു. അതേ കോൺഫിഡൻസ് തന്നെയാണ് ആട് 3 ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഈ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഫ്ലേവറും നമുക്കറിയാം, ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൽ ആ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ അവർ തന്നെ പെർഫോം ചെയ്യുന്ന, വേണമെങ്കിൽ പുനർജന്മം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതേ ടൈം ലൈൻസ്, പണ്ടത്തെ ടൈം ലൈൻസിൽ ജീവിച്ചിരുന്ന വേറൊരു ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം. അത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ പോലെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആട് 2ൻ്റെ ആട് 1 കഴിഞ്ഞ് ആട് 2ലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ക്യാരക്ടേഴ്സിനെ ആളുകൾ ജനങ്ങളോട് സ്വീകരിച്ചു, മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരു കഥയോടൊപ്പം അല്ലെങ്കിൽ ഹ്യൂമർ ഫ്ലേവറോടൊപ്പം കൊണ്ടുവന്നാൽ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് ആട് 2 അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആട് 3ലേക്ക് വരുമ്പോൾ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്കെയിൽ വലുതാണ്. ഇതിലൊരു കുറച്ചും കൂടെ ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അപ്പം മറ്റത് ഇപ്പം ആട് 1-ൽ മിഥുൻ പറയുന്നതായിരിക്കും കറക്റ്റ്, നീലക്കുടുവിൽ. അപ്പം എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പം ആട് 1-ൽ നമ്മളൊരു പെട്ടിയിലടച്ച നീലക്കുടുവിലേക്ക് പിന്നാലെ ഓടി. ആട് 2-ൽ നമ്മളൊരു പെട്ടിയിലടച്ച ഒരു കമ്മട്ടത്തിൻ്റെ പിന്നാലെ ഓടി. ആട് 3-ലും ആ ഓട്ടം പാപ്പനും സംഘവും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു. 2 ടൈം ലൈനിൽ ചിലപ്പം ഓടിയെന്ന് വരും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ബേസിക്കലി ആ പഴയൊരു ടൈം ലൈൻ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും.